ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 17-ലേതാണ്. നോക്കിയാലോ നമുക്ക്? അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ ഈ ക്ലാസ് ഇടാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിശുക്ക് കാണിക്കരുത് പ്ലീസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പിന്നെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏകദേശ ഡേറ്റ് കേട്ടോ, കറക്റ്റ് ഡേറ്റ് അല്ല, ഏകദേശ ഡേറ്റ്. പ്രിലിംസ്, മെയിൻസ് കാര്യങ്ങൾ, കമ്പനി ബോർഡ് GSന് പ്രിലിംസ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. VFAക്ക് പ്രിലിംസ് ഇല്ല. പിന്നെ അപ്പോൾ പിന്നെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിലിംസ്, മെയിൻസ് എല്ലാത്തിൻ്റെയും എന്താ ഏകദേശ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇനി കുറച്ച് സമയം നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള സമയമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു സമയം, അത്രയും സമയം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉഴപ്പാൻ പാടില്ല. ഇപ്പോൾ പോകുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിസംബർ 17 രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിച്ചത് കേരളം. എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിച്ചത്? എവിടെയാണ്? കേരളത്തിലാണ് അല്ലെ. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിച്ചത് കേരളമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലീഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ട്രാവൽ മാധ്യമമായ, എന്താണ് ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലീഷർ ഇന്ത്യ, ട്രാവൽ പ്ലസ് ലീഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയത് കേരളമാണ്. ഓക്കെ, കേരളമാണ്. പിന്നെ അപ്പോൾ ഒന്നുകൂടെ പറയാം. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലീഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയത് കേരളമാണ്. 98ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമുകളുടെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഹോം ബൗണ്ട്? 98ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമുകളുടെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്തത് ഇറാനിൽ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഇറാനിൽ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബാണ് ഏതെന്ന് പറയുന്നത്? മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാനിൽ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബാണ്. ഇറാനിൽ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ആരുടെ ആത്മകഥയാണ്? എന്താണ്? ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ആരുടെ ആത്മകഥയാണ്? ശിഖർ ധവാന്റേതാണ് കേട്ടോ. ആരുടേതാണ്? ശിഖർ ധവാൻ. ഓക്കെ, അപ്പോ എന്താണ്? ശിഖർ ധവാന്റേതാണ് ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ എന്നത് ശിഖർ ധവാന്റെ ആത്മകഥയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടെ നോക്കി നോക്കാം. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിച്ചത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വോയിസ് ക്ലാസ്സുകളും അതുപോലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, റിവിഷനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലാണ് കേട്ടോ.
അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞേ, രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിച്ചത് കേരളമാണ്. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലെയ്ഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയത് കേരളമാണ്. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലെയ്ഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം നേടിയത് കേരളം. 98ാമത് ഓസ്കർ അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമുകളുടെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്നത്. എന്താ ഹോം ബൗണ്ട്? 98ാമത് ഓസ്കർ അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമുകളുടെ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രമാണ്. ഓക്കെ, ഇനി ഇറാനിൽ നടന്ന AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച കൊൽക്കത്ത ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദി വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ആരുടെ ആത്മകഥയാണ്? അപ്പോ ശിഖർ ധവാന്റെ ആത്മകഥയാണ്. കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്തെന്ന് പറയുന്നത്? ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അടുത്തത്, ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ക്ഷേമ പദ്ധതികൾ അതിന്റെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനായിട്ട് മേരി യോജന എന്താണ്? മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. മേരി പോർട്ടൽ എന്താണ്? ഉത്തരാഖണ്ഡ് ആണ്. ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ എന്താണ്? പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനായിട്ട് മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് കേട്ടോ. ഏതാണ് ആ പോർട്ടൽ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. മേരി യോജന. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. എന്താണ്? വിദേശ ജോലിക്ക് യുവതയെ സജ്ജരാക്കാൻ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ കേരളത്തിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. എന്താണ്? വിദേശ ജോലിക്ക് യുവജനതയെ സജ്ജരാക്കാൻ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? എത്യോപ്യ. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് ആർക്ക് ലഭിച്ചത്? നരേന്ദ്രമോദിക്ക് ലഭിച്ചത് എത്യോപ്യ. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? എത്യോപ്യ. ഇന്ത്യയുടെ ജോർദാനും ഏത് രണ്ട് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി? എങ്ങനെയാണ്? ഇന്ത്യയും ജോർദാനും ഏത് രണ്ട് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി സംരക്ഷിക്കാനും? അങ്ങനെയാണ് കേട്ടോ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയും ജോർദാനും ഏത് രണ്ട് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയത്? ഏതാണെന്നറിയോ? നമ്മുടെ എന്താണ്? എല്ലോറ ഗുഹ, അതുപോലെ പെട്ര. ഏതൊക്കെയാണ്? എല്ലോറ ഗുഹ, പെട്ര. ഇന്ത്യയും ജോർദാനും ഏത് രണ്ട് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കിയിട്ട് സംരക്ഷിക്കാനും വികസിക്കാനും ധാരണയിലെത്തിയത്? എല്ലോറ ഗുഹ, അതുപോലെ പെട്ര. കിട്ടിയല്ലോ. ഇനി അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ പറഞ്ഞു നോക്കാം കേട്ടോ. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. വിദേശ ജോലിക്ക് യുവജനതയെ സജ്ജരാക്കാൻ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ കേരളത്തിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? എത്യോപ്യ. ഇന്ത്യയും ജോർദാനും ഏത് രണ്ട് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയത്? എല്ലോറ ഗുഹ. ഓക്കെ, ഇനി അടുത്തത്, തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ഏത് ചരിത്ര സ്മാരകത്തെ കുറിച്ചാണ് ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയത്? ഏതാണ്? ഒന്നുകൂടെ പറയാം. തായ്ലൻഡും കംബോഡിയയും അല്ലെ. തായ്ലൻഡ്, കംബോഡിയ ഇവർ തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ഏത് ചരിത്ര സ്മാരകത്തെ കുറിച്ചാണ് ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയത്?
പ്രീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയം. ഏതാണത്? പ്രീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയം. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ഏത് ചരിത്ര സ്മാരകത്തെ കുറിച്ചാണ് ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയത്? പ്രീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയം. ദേശീയ സ്കൂൾ കായിക മേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. ഏതില്? ദേശീയ സ്കൂൾ കായിക മേളയിൽ. എവിടെ? ദേശീയ സ്കൂൾ കായിക മേളയിൽ എന്താണ്? ദേശീയ സ്കൂൾ കായിക മേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ആരാണ്? VN പ്രസൂദ് ആണ് കേട്ടോ. VN പ്രസൂദ് ആണ് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ്. VN പ്രസൂദ്. മനസ്സിലായോ? ഇനി ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായി നിയമിതനായത് ശ്രീധർ ആണ്. എന്ത് ചെയ്തത്? ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് നിയമിതനായത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് നിയമിതനായത് ശ്രീധർ ആണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് നിയമിതനായത്. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെയും എന്താണ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എന്താണ് അപ്പൊ നമ്മൾ ശ്രീധർ പറഞ്ഞു, ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ച്. ഇനി 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? സെനഗലാണ് കേട്ടോ. ഡാക്കർ. എവിടെ? 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന്റെ വേദി സെനഗൽ അഥവാ ഡാക്കർ. ഓക്കെ, 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത് സെനഗലാണ്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോള് എക്സാം നമുക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോൾ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പോയി ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.